ഇന്നാണൊരു വാർത്ത കടന്നുപോയത്. ആ വാർത്ത വേറൊന്നുമല്ല, നിങ്ങൾക്ക് അണുവായുധമുണ്ടാക്കാനുള്ള അവകാശം തരാം, പക്ഷേ എബ്രഹാം അക്കോർഡിൽ സൗദി അറേബ്യ പങ്കാളിയാവണം. ഇത് പറഞ്ഞത് ട്രംപ് മച്ചമ്പിയാണ്. അത് കേവലമായ ഒരു പ്രസ്താവനയാണെന്ന് തോന്നുന്നവർക്ക് ബുർക്കിനോ ഫാസോയിൽ പുതിയതായി ഉണ്ടായ ഡെവലപ്മെൻറ്റ് മാത്രം നോക്കിയാൽ മതിയാവുന്നതാണ്. ബുർക്കിനോ ഫാസോയിൽ ഇബ്രാഹിം ട്രോയയുടെ ഗവൺമെൻറ്റിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഭരണത്തെക്കുറിച്ച്, പാശ്ചാത്യ ചൂഷണത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ധാരാളം വീഡിയോകൾ ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ടുള്ളതാണ്. ഇബ്രാഹിം ട്രോയ എന്ന ഒരു ചെറുപ്പക്കാരനായ മിലിറ്ററി ലീഡർ ബുർക്കിനോ ഫാസോ പിടിച്ചെടുക്കുകയും അവിടുത്തെ യൂറോപ്യൻ ഇടപെടലുകൾ അവസാനിപ്പിക്കുകയും യൂറോപ്യൻ ചൂഷണങ്ങൾ അവസാനിപ്പിക്കുകയും ഒക്കെ ചെയ്തത് വലിയ വാർത്തയായിരുന്നു. ആ ആഫ്രിക്കൻ നാടിനെ കെട്ടിപ്പടുക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ ശ്രമങ്ങൾ, അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ പലതവണ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ബുർക്കിനോ ഫാസോയിൽ 2 മാസങ്ങൾക്ക് മുമ്പ് ഒരു സംഭവമുണ്ടായി. അവിടേക്ക് ഒരു ഇസ്രയേലി അംബാസിഡർ നിയോഗിക്കപ്പെട്ടു. ഇസ്രയേലി അംബാസിഡർ അനുവദിക്കാതിരുന്നതാണ്. പക്ഷേ ഇസ്രയേലി അംബാസിഡർ രംഗത്ത് വന്ന് ഔദ്യോഗികമായി ബുർക്കിനോ ഫാസോയിൽ ഒരു സ്ഥാനപതി കാര്യാലയം സ്ഥാപിച്ച് ഇബ്രാഹിം ട്രോയോ അത് സ്വീകരിക്കുന്ന ചിത്രവുമൊക്കെ പുറത്തു വന്നതോടുകൂടി അദ്ദേഹം ഓടിച്ചു വിട്ട പാശ്ചാത്യരോട് ഈ പറയുന്ന ഇസ്രയേൽ വഴി ഒരു അലയൻസ് സ്ഥാപിച്ച് തൻ്റെ ഭരണത്തെ സംരക്ഷിക്കാനും ഒക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ അദ്ദേഹം തന്നെ തിരിഞ്ഞിരിക്കുന്നത് അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെയാണ്. അദ്ദേഹം ആദ്യം രംഗപ്രവേശം ചെയ്തത് പാശ്ചാത്യർ ഈ കമ്മ്യൂണിറ്റിയെ ചൂഷണം ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടാണെങ്കിൽ ഇപ്പോൾ കനത്ത നിയമനിർമ്മാണങ്ങൾ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ മുസ്ലിം ക്ലർജീസ് അഥവാ അവിടുത്തെ മതപുരോഹിതർ, പ്രത്യേകിച്ച് സുന്നി പുരോഹിതർ നടത്തുന്ന പ്രഭാഷണങ്ങളെയും ബാക്കിയുള്ള കാര്യങ്ങളെയും ഒക്കെ അദ്ദേഹം നിരോധിച്ചു തുടങ്ങി. അവരെ കരുതൽ തടങ്കലിൽ വെക്കാനും അറസ്റ്റ് ചെയ്യാനും തീരുമാനിച്ചു. ബുർക്കിനോ ഫാസോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നി പണ്ഡിതനെ അറസ്റ്റ് ചെയ്തു. അതിനെ തുടർന്ന് വലിയ ജനരോക്ഷമുണ്ടായി. അപ്പോൾ അതൊരു ചെറിയ ന്യൂനപക്ഷത്തിൻ്റെ ഇടപെടൽ മാത്രമാണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ പള്ളി അടച്ചുപൂട്ടുകയും ചെയ്തു. ഏതാണ്ട് 90,000-ഓളം കുട്ടികളാണ് ആഗോളതലത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളിൽ അറബിക് പഠനവുമൊക്കെയായി പോയിട്ടുള്ളത്. അവരടിയന്തരമായി മടങ്ങി വരണമെന്നും ഇല്ലെങ്കിൽ ബുർക്കിനോ ഫാസോയിലെ അവരുടെ സിറ്റിസൺഷിപ്പ് റദ്ദാക്കുമെന്നും ഒക്കെ പറഞ്ഞുള്ള നടപടികളുമായിട്ടാണ് ഇബ്രാഹിം ട്രോയോ ഇപ്പം മുന്നോട്ട് പോകുന്നത്. സംഗതി നമ്മൾ സാധാരണ പറയില്ലേ, ചില മത്സ്യങ്ങൾ കിടന്ന കുളത്തിൽ നിന്ന് ചാടി മറ്റൊരു കുളത്തിലേക്ക് വന്നപ്പോൾ അതിൻ്റെ സ്വഭാവം മാറി. അതിൻ്റെ പ്രധാന കാര്യമായി ഒരുപാട് പശ്ചിമേഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലി ചങ്ങാത്തത്തിൻ്റെ കാണാപ്പുറങ്ങളാണ്. ഇസ്രയേലി ചങ്ങാത്തം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശത്രുക്കളെ ശത്രുവാവാനും അവരുടെ മിത്രങ്ങളെ മിത്രങ്ങളാക്കാനുമുള്ള അതിൻ്റെ ഏർപ്പാടുകളുമായിട്ടാണ് വരുന്നത്. അതിന് സാങ്കേതികവിദ്യ നൽകും, അതിന് അണുവായുധ നിർമ്മാണത്തിനുള്ള അവസരം നൽകും. ഇതിലൊന്നും വരങ്ങാത്തവരെ എപ്സ്റ്റീൻ ദ്വീപിലിട്ട് കുപ്പിയിലടയ്ക്കും. എങ്ങനായാലും അവരുദ്ദേശം നടത്തിയേ മതിയാവും. അവരോടാണ് ഇറാൻ പൊരുതുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതാണ് ഇബ്രാഹിം ട്രോയയുടെ പുതിയ ലേറ്റസ്റ്റ് നിലപാട്.